നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു. തുലാക്കൂറുകാർക്ക് ഈ പുതുവർഷത്തെ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. ചിത്രയുടെ അവസാനത്തെ 30 നാഴിക ചോതി വിശാഖത്തിൻ്റെ 3/4 ഭാഗം വരെ ഉള്ളതാണ് തുലാരാശികൾ. അവർ നല്ല ഭക്തിയും ദൈവികവും ആത്മീയവും അമ്പലം, ആശ്രമം, ദൈവങ്ങൾ, പുണ്യകർമ്മങ്ങൾ ഇതുമൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ചെറിയ പ്രവൃത്തി കൊണ്ട് വലിയ നേട്ടങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നെ ദൈവങ്ങളുടെ അനുഗ്രഹവും സഹായവും ഈ നാളുകാർക്ക് ജന്മനാലെ കൂടുതൽ ഉള്ളതുകൊണ്ട് പല ആപത്തുക്കളെയും മണത്തറിഞ്ഞ് ദുരിതങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ചാടി മാറി രക്ഷപ്പെടാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലാണ്. ഏത് മേഖലയിലും ശോഭിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷേ ഒരു കച്ചവട സ്വഭാവം ഇവരുടെ ജീവിതത്തിലും ജാതകത്തിലും ഉള്ളതാണ്. ഏത് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും അതൊരു ബിസിനസ്, ഏജൻസി, കോൺട്രാക്ട് എന്തെങ്കിലുമൊക്കെ പാർട്ട്ണർഷിപ്പ് മേഖലകളിലും സ്വന്തമായിട്ടുള്ള വ്യാപാര പ്രവർത്തന രംഗങ്ങളിലുമൊക്കെ ഇവർ അഭിവൃദ്ധി നേടുന്നവരും ആണ്. ഭക്തന്മാരുമാണ്, സിദ്ധന്മാരുമാണ്, പരോപകാരിയാണ്. ബന്ധുക്കൾക്ക് എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അവർ നമ്മളെ നിന്ദിച്ച് പറയുകയുള്ളൂ, വന്ദിക്കൂല, നിന്ദിക്കുകയുള്ളൂ. അതുകൊണ്ട് ബന്ധുഗുണം പൊതുവെ കുറവാണ്. ഈ വർഷം പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ തുലാക്കൂറുകാർക്ക് വളരെ നല്ലതാണ്. കാരണം വ്യാഴൻ ഈ 2026 6 മാസം വരെ 9-ലും അത് കഴിഞ്ഞാൽ 10-ലും വരുന്ന കാലഘട്ടമാണ്. 2027 ജനുവരി വരെ ഉണ്ട് വേഴഗ്രഹം നമുക്ക് 10-ൽ നിൽക്കുന്ന ഘട്ടം. ഈ 2 കൊല്ലം എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം നേട്ടങ്ങൾ കിട്ടുന്ന സമയമാണ്. നിങ്ങളതിനെ കൈവിട്ടെല്ലാം പോയി എന്ന് വിചാരിച്ചാലും പോയതങ്ങ് പോട്ട് വീണ്ടും നമുക്ക് കിട്ടാനുള്ള പരിപാടികൾ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാം. കാരണം 2025 മെയ് മാസം വരെ വേഴ 8-ലായിരുന്നു. അതൊരു വലിയ അധ്വാനിയും പരിശ്രമശാലിയൊക്കെ ആണെങ്കിലും 8-ൻ്റെ പണി കിട്ടിയതായിരുന്നു. ഭയങ്കര ദോഷമായിരുന്നു. 2025 മെയ് മാസം മുതലാണ് വേഴ 9 വന്നത്. അതൊരു വർഷത്തേക്കാണ്. വേഴ 9 നിൽക്കുമ്പോൾ ഗുരുജന മനസ് ഈശ്വരാണാം പ്രസാദം, ഗുരുക്കന്മാർ, ഈശ്വരന്മാർ എല്ലാവരും നമുക്ക് അനുകൂലിച്ച് നിൽക്കും. വൃദ്ധർഭാഗ്യസ്യ ധർമ്മസ്യ, ഭാഗ്യവും ധർമ്മവും അഭിവൃദ്ധിപ്പെട്ടു വരും. ശുഭതപസ്, എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിക്കിട്ടുന്ന സമയമാണ്. പൗത്ര സൗഖ്യം, പുത്രൻ പൗത്രം, അപ്പം അമ്മക്കും പിള്ളേർക്കും ഒക്കെ നല്ല ഐശ്വര്യം, അഭിവൃദ്ധിയും പുരോഗതികളും ഒക്കെ കിട്ടും. അത് കഴിഞ്ഞാൽ 10-ലാണ് വരുന്നത്. 10 വരുമ്പോഴാണ് ജോലിയിലും ബിസിനസ്സിലും പ്രവർത്തന രംഗങ്ങളിലും ഉയർച്ച, സാലറി, പ്രൊമോഷൻ, അംഗീകാരം, സ്ഥാനമാനങ്ങൾ, പുരോഗതിയൊക്കെ കിട്ടുന്നത്. വേറെ ഉച്ചത്തിലാണ് വരുന്നത്. ഈ വർഷത്തിൻ്റെ പകുതി കഴിഞ്ഞാൽ വേറെ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ ശൃംഗസ്ഥിതേ തനുപദോ സദനസ്വീരാം ജേതാന്തിഷാം കലുഭവേൽ പ്രഥമാന തേജോ. സാധാരണ നിറയെ പൈസയൊക്കെ കിട്ടും. ബാങ്കിൽ നിന്നും നമുക്ക് കിട്ടാതെ കിടക്കുന്ന പൈസകളും ലോണുകളും സാലറികളും പ്രൊമോഷനും ബിസിനസ്സിലും ഏജൻസിയിലും കോൺട്രാക്റ്റിലും സിറ്റി പാട്ടും അതേപോലെ മേഖലകളിലൊക്കെ നമുക്ക് പൈസ കിട്ടും. അങ്ങനെയുണ്ട്. അങ്ങനെ സദനം, സവീരം, ഉത്സാഹം, വീരത്വം ഇതൊക്കെ കിട്ടും. ജേതാവെന്ന് വെച്ചാൽ ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും പോയി വിജയിക്കാൻ പറ്റും. അഭിമാനവും തേജസ്സും ഐശ്വര്യവും ഒക്കെ കിട്ടും. അപ്പം അതുകൊണ്ട് ലോട്ടറി അടിക്കൂ എന്ന് പലവരും ചോദിക്കും, പൈസ കിട്ടുമെന്ന് പറയും. ചെറിയ എമൗണ്ടുകളൊക്കെ കിട്ടും. വലിയ ഭാഗ്യങ്ങളൊക്കെ കിട്ടാൻ ജാതകത്തിലും കൂടി യോഗം ഉണ്ടെങ്കിലേ പറ്റും. അങ്ങനെയാണ്. നമുക്കറിയാം, കോടികൾ അടിക്കണവരുണ്ട്. കോടി ടിക്കറ്റ് വിറ്റിട്ട് ഒരാൾക്ക് 10 പേർക്കൊക്കെ ആയിരിക്കും അത് കിട്ടുന്നത്. അതിലൊരു കോടീശ്വരനാവാൻ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അത് നമ്മളെ തേടിയെത്തും. വെറുതെ നമുക്കൊരു ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നി അങ്ങനെ മെനക്കെട്ട് നമ്മൾ പൈസ കിട്ടുമെന്ന് കൊണ്ട് ഒരുപാട് ടിക്കറ്റ് ഒന്നും എടുത്തില്ല. ഒരു ഭാഗ്യ പരീക്ഷണത്തിന് ഒരെണ്ണം അടിക്കുകയാണെങ്കിൽ അത് മതി എന്ന് വിചാരിക്കണം. അപ്പോൾ അതുകൊണ്ട് പൈസയും ഭാഗ്യമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ചാടിക്കളയിൽ നോക്കണം. ഷെയർ മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ്, ബിസിനസ്സുകൾ ഇതൊക്കെ നമുക്ക് പൈസ കിട്ടുന്നതാണെങ്കിൽ തന്നെയും ചിലപ്പോൾ അതിങ്ങനെ നമ്മൾ സൂക്ഷ്മതയോടുകൂടി
കാലം അറിഞ്ഞ് പ്രവർത്തിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് ദോഷം വരും. കാലം അറിഞ്ഞ് പ്രവർത്തിക്കാൻ എപ്പോഴാണ് അതിൻ്റെ മൂല്യം കൂടണത് കുറയണത് എന്നൊക്കെ നമ്മൾ നോക്കിക്കണ്ട് കാലോചിതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചാൽ ഒരു വസ്തു കച്ചവടമായിരുന്നാലും ഷെയർ മാർക്കറ്റ് ആയിരുന്നാലും ബിസിനസ് ആയിരുന്നാലും ഏജൻസി ആയിരുന്നാലും നമുക്ക് മെച്ചം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ ഗൗരവമായിട്ട് നിന്ന് ചെയ്യേണ്ടുന്ന സമയങ്ങളിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ കമ്പനി നമ്മൾ ഉപേക്ഷിക്കും. അപ്പം അതൊക്കെ നമ്മൾ വളരെയധികം വിഷമിച്ചിരിക്കേണ്ട കാര്യമല്ല, ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അത് കഴിയുമ്പോൾ നമുക്ക് പ്രവൃത്തികളിൽ നല്ല ഉയർത്തുന്ന സ്വന്തമായിട്ട് തന്നെ എന്തെങ്കിലും ബിസിനസ്സുകൾ ചെയ്താൽ അഭിവൃദ്ധി കിട്ടും. ഇങ്ങനെ മുതലാളിയായിട്ട് രക്ഷപ്പെടും. സമ്പത്തിനും സന്തതിക്കും സൗഭാഗ്യത്തിനൊക്കെ പുരോഗതി കിട്ടുന്നതാണ്. പിന്നെ ശനി 6 സഞ്ചരിക്കുന്ന സമയമാണ് തുലാരാശികൂട്. 6 സഞ്ചരിക്കുമ്പോൾ ഗൃണാർത്ഥചോര ക്ഷത രോഗ ശത്രു എന്നാണ്. ബാധ്യത വെച്ചാൽ കടങ്ങൾ കുറേ അങ്ങ് വാങ്ങിച്ച് കൂട്ടും. അതെന്തിനു വേണ്ടിയായിരിക്കും? വീട് വയ്ക്കാനാ, വസ്തു വാങ്ങിക്കാനാ, വണ്ടി വാങ്ങിക്കാനാ ഒക്കെ ആയിരിക്കും. അപ്പോൾ കടം വരും. അപ്പോൾ കടം വരുമ്പോൾ നമ്മൾ പേടിക്കരുത്. ഒരുപാട് കടമാണെങ്കിൽ നമുക്ക് വിറ്റ് കടം തീർക്കാനുള്ള മുതൽ നമ്മളെ കയ്യിലുണ്ടെന്നുള്ള സന്തോഷത്തോടു കൂടി വേണം നമ്മൾ കടം, ലോണ് ഇതൊക്കെ എടുക്കാറുള്ളത്. ചില ആൾക്കാരുണ്ട് ലോൺ അടയ്ക്കാതെ വീണ്ടും നമുക്ക് ലോൺ എടുത്ത് വീണ്ടും പൈസ കിട്ടി. അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ EMI അടച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് പൈസയില്ല, കഷ്ടമാണോ നഷ്ടമാണോ ഒന്നുമില്ല. ഒരു വീട് വാങ്ങിക്കുമ്പോൾ കടം വരും, വണ്ടി വാങ്ങിക്കുമ്പോൾ കടം വരും, ബിസിനസ്സിന് പോകുമ്പോൾ കടം വരും. പക്ഷേ എങ്കിലും നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന മേഖലകൾ മാത്രം നമ്മൾ നിലനിർത്തുക. ഇല്ലാത്ത വേനകളൊന്നും എടുത്ത് മണ്ടേ വയ്ക്കാൻ പാടില്ല. ഋണബാധ്യതകളാണ്. ചോരൻ നമ്മളെ മോഷണം ഉണ്ടാവുമെന്നാണ്. ചോരൻ കള്ളനെന്നാണ് വാക്കിൻ്റെ അർത്ഥം. ചില കള്ളന്മാരൊക്കെ നമ്മളടുത്ത് വന്ന് സ്നേഹവും ബഹുമാനവും ഇഷ്ടമൊക്കെ വളരെയധികം കാണിച്ച് അവനെ കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കിയതുപോലെ കുഴപ്പങ്ങൾ നമ്മളൊക്കെ വരാതിരിക്കാൻ സൂക്ഷിക്കണം. ഒരുപാട് സ്നേഹവും ഇഷ്ടമൊക്കെ കാണിക്കും. നമ്മളെ പാർട്ട്ണർ, ഫ്രണ്ട്സ്, ലവർ ഇവരൊക്കെ നമ്മളെ വഹിച്ച് കൊണ്ടുപോവാതിരിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം. അങ്ങനെ മോഷണം മാത്രമല്ല, ചൂഷണം ഉണ്ടാവും. നിങ്ങൾക്ക് വീട് വാങ്ങിച്ചു തരാം, വസ്തു വാങ്ങിച്ചു തരാം, വണ്ടി വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് പൈസയൊക്കെ വാങ്ങിച്ചിട്ട് വീടുമില്ല, വസ്തുവില്ല, വണ്ടിയില്ലാതെയൊക്കെ നമ്മളെ പറ്റിച്ചുകൊണ്ട് പോവാതിരിക്കാനും നമ്മൾ ശ്രമിക്കണം. ക്ഷതം മറിഞ്ഞു വീണ് കൈകാലി ഓടിയും. അപ്പോൾ വാഹനങ്ങൾ ഓട്ടിക്കണം, സൂക്ഷിക്കണം. അപ്പോൾ വേഗം 9ലും 10 നിൽക്കും, പൈസയും ജോലി അധികാരം കിട്ടുമെങ്കിലും ഒരു അപകടം സംഭവിക്കാൻ യോഗം ഉണ്ടെന്ന് പറയുന്ന ഘട്ടങ്ങൾ ഞെട്ടിപ്പോകരുത്. അതൊക്കെ ഉണ്ട്. കാരണം ഒരു ഗ്രഹം അനുകൂലിച്ചിരുന്ന അനുകൂലം കൊണ്ട് നേട്ടം കിട്ടുന്നത് പോലെ ഒരു ഗ്രഹം പഴിച്ചിരുന്ന ആ ഗ്രഹത്തെ കൊണ്ടുള്ള ഗ്രഹപ്പഴ നമുക്കുണ്ട്. അങ്ങനെ ക്ഷതവും രോഗവും ശത്രുക്കളൊക്കെ ഉണ്ടാകും. സർജറിയൊക്കെ വേണമെന്ന് പറയും. ക്ഷതം എന്ന് വെച്ചാൽ മുറിവ്, ചതവുകളൊക്കെയാണ്. മറിഞ്ഞു വീഴാതെ നമ്മൾ പെരയ്ക്കകത്ത് ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും ചിലപ്പോൾ വയ്യെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ അവർ സ്കാൻ ചെയ്തിട്ട് സർജറികളൊക്കെ വേണമെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് തോന്നിയാലും കുഴപ്പമുണ്ട് അവർക്ക് തോന്നുന്ന സമയമാണ്. അതുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ, ചികിത്സകളൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്നല്ല. ആവശ്യത്തിന് മരുന്നും മന്ത്രവും വേണം നമുക്ക്. എങ്കിലും നമുക്ക് ഭയങ്കര കുഴപ്പമായി പോയി എന്ന് പേടിക്കാതിരിക്കാനുള്ള പരിപാലനം ചെയ്യണം. അങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രോഗങ്ങളും ശത്രുക്കളും വിരോധികളും ഒക്കെ നമുക്കുണ്ടാകും. കള്ളക്കേസുകളുണ്ടാകും, അപവാദങ്ങളുണ്ടാകും. അങ്ങനെ ഈ 6 എന്ന് പറയുന്നത് തസ്കരനാരാതി വിജ്ഞാതി വേദയശ്ച തനുക്ഷതി മരണം വ അരിശസ്ത്രേണ ചിന്തനീയം ഹി സഷ്ടത. അപ്പോൾ തസ്കരന്മാരെ കൊണ്ടുള്ള കുഴപ്പം, തസ്കരൻ കള്ളന്മാരും, അവിജ്ഞാതി വിഘ്നങ്ങൾ, തടസ്സങ്ങൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ശനിയാണല്ലോ നമുക്ക് പ്രശ്നക്കാർ. അത് 6 ശനി നിന്നാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പല ആൾക്കാരും ജ്യോത്സ്യന്മാർ പറയുന്നുണ്ട്. ഞാനും അങ്ങനെയൊക്കെ പറയും. പക്ഷെ എങ്കിലും ഈ 6 നിൽക്കുമ്പോഴാണ് നമുക്ക് കടങ്ങളും ശത്രുക്കളും രോഗങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് രോഗശമനം വരും, ശത്രുക്കളാൽ നമുക്ക് ജയിക്കാൻ പറ്റും, കാര്യം വിജയിക്കാൻ പറ്റും. എങ്കിൽ തന്നെയും രോഗവും ശത്രുവും കേസും ഒക്കെ വന്നാൽ അതിനു വേണ്ടിയുള്ള പരിഹാരങ്ങൾ ചെയ്യണ്ടേ. ഒരു കേസ് വന്നാൽ നമ്മൾ ജാമ്യങ്ങളും എടുക്കാൻ പോകണ്ടേ, ഇല്ലെങ്കിൽ പ്രതിയായി പോകില്ല. അപ്പം അതേപോലെ പ്രശ്നങ്ങൾ നമ്മളെ മണ്ടയിൽ വന്ന് കയറാതിരിക്കാൻ വളരെയധികം ശ്രമിക്കണം. സന്താന സ്ഥാനത്താണ് സർപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിള്ളേർ പറഞ്ഞാൽ കേൾക്കൂല എന്ന് നമുക്ക് തോന്നും. പിള്ളേർ പറഞ്ഞാൽ നമ്മൾ കേൾക്കൂല, നമ്മൾ പറഞ്ഞാൽ പിള്ളേർ കേൾക്കൂല. ചെറിയ വിഷമതകളുണ്ട്. എങ്കിലും
സന്താനകാരകനാണ് വേഴൻ. നമുക്ക് 9ലും 10ലും നിൽക്കുമ്പോൾ പിള്ളേർ പറയുന്നത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കേൾക്കാം. അവരുടെ വിദ്യയ്ക്കും ഉദ്യോഗത്തിനും വിവാഹത്തിനും സമ്പത്തിനും ജോലിക്കും ഒക്കെ ഐശ്വര്യം കിട്ടുന്ന സമയമാണ് നമ്മൾ ആ കൂറനുസരിച്ച്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അഭിവൃദ്ധി കിട്ടും, ഈശ്വരഭക്തിയും കിട്ടും. 10ല് വേഴം വരുമ്പോൾ നമ്മൾ ആ സ്വന്തം ബിസിനസ്സും കാര്യവും മാത്രമല്ല, ദേവാലയ, നഗരസഭ, മാർഗാലയ, ദാസ സർവകർമാണി ആജ്ഞാലംബന ഏതസർവം ചിന്തനീയം ഈ ദശമേനാണ്. അപ്പോൾ ദേവാലയം ഉണ്ടാക്കാനുള്ള യോഗം ഉണ്ടാവും. അമ്പലങ്ങൾ, പള്ളികൾ, ആത്മീക കേന്ദ്രങ്ങൾ, പുണ്യസ്ഥലങ്ങളിലൊക്കെ ദർശനം നടത്താനും ആത്മീക ജീവിതത്തെ കുറച്ച് നല്ലത് വരാനും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും കൂടുതൽ കിട്ടാനും ഒക്കെ യോഗം ഉണ്ട്. നഗരസഭ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, സർക്കാർ, കോടതി അധികാരികളിൽ നിന്നും സഹായം കിട്ടാനും മാർഗം വഴിപറ്റിക്കാനും ആലയം, നമുക്ക് വീടൊക്കെ ഉണ്ടെങ്കിലും വീടൊന്ന് മോടി പിടിപ്പിക്കാനോ പുതിയൊരു വീടാ വസ്തുവാ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാനും, സർവകർമാണി എന്ന് വെച്ചാൽ ഒരുപാട് കാലം കൊണ്ട് പരാജയപ്പെട്ട് കിടക്കുന്ന പദ്ധതികൾ വിജയിച്ച് നേടാനും ഒക്കെ യോഗമുള്ള സമയമാണ് വേഴം 10 വരുമ്പോൾ. അത് ഈ വർഷത്തിൻ്റെ 2026 6-ാം മാസം കഴിയുമ്പോഴാണ് 10 വരുന്നത്. പിന്നെ അതിൻ്റെ അടുത്തുള്ളതും 11 വരണം. അതുകൊണ്ട് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നല്ല ഭാഗ്യങ്ങളും അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും എല്ലാം ലഭിച്ച് പുരോഗതി ലഭിച്ച് നേട്ടങ്ങൾ കിട്ടുന്ന സമയമാണ് മൊത്തത്തിൽ നോക്കിയാൽ. പക്ഷേ ഈ ശനിയുടെ ദോഷത്തിന് നമുക്ക് ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയ ഹോമം, ശത്രുസംഹാര പൂജ, ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്തോളണം. സർപ്പം 5 നിൽക്കുന്നത് കൊണ്ട് സന്താനങ്ങൾക്ക് വിഷമം വരാതിരിക്കാൻ അവർക്കും സന്താന ഗോപാല മൂർത്തി പൂജ ചെയ്യുമ്പോൾ പിള്ളേർക്കും നല്ലത് വരും. പഠിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് സരസ്വതി പൂജയും കൂടെ ചെയ്യണം. അപ്പോൾ കുറച്ചും കൂടി വിദ്യയ്ക്ക് അഭിവൃദ്ധി കിട്ടും. അപ്പോൾ ഈ ജാതകവും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ ദശാകാലങ്ങൾ നല്ലതാണെങ്കിൽ നമുക്ക് എന്നും നല്ലതായിട്ട് തന്നെ വരും. ദോഷകാലമാണെങ്കിൽ നമുക്ക് വിഷമതകളും ഈ പറഞ്ഞ ഫലങ്ങൾ കിട്ടണില്ല എന്ന് പരാതികളും വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജാതകം പരിശോധിച്ച് നോക്കുന്നതിന് ജനതീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇത് എല്ലാം അയച്ചു തരണം. ഫീസും അടയ്ക്കേണ്ടതുണ്ട്. ഫീസിൻ്റെ കാര്യം പറഞ്ഞില്ലെന്ന് എല്ലാവരും പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് അയച്ചു തന്നാൽ നോക്കിത്തരാം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. രാവിലെ ഗണപതി ഹോമം, 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, പിതൃക്കൾക്ക് ബലി, തിലഹോമം, പാൽപ്പായസം, 4 മണിക്ക് യമരാജ പൂജ, സർപ്പപ്പാട്ട്, ഊട്ട് വഴിപാടുകൾ, 5 മണി തൊട്ട് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന അമാവാസി പൂജ, കാലഭൈരവ പൂജ, ഭദ്രകാളി പൂജ ഇതിൻ്റെയൊക്കെ അഭിഷേകങ്ങളും പൂജകളും കർമ്മങ്ങളും ഒക്കെ ഉണ്ട്. ഈ പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ നമുക്ക് വാട്സപ്പിൽ മെസ്സേജുകൾ അയയ്ക്കുക. കാരണം കേരളത്തിലല്ല ഭാരതത്തിലെ ഏറ്റവും വലിയ 10 കൈകളുള്ള കാലഭൈരവ സ്വാമിയുടെ പ്രതിഷ്ഠ ഇരിക്കുന്ന അമ്പലമാണ്. ചോതിയാണ് ഭഗവാന്റെ നക്ഷത്രം. അതുകൊണ്ട് ചോതി നക്ഷത്രക്കാർക്ക് കൂടുതൽ ബഹുമാനവും സ്നേഹവും ഭക്തിയൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് അവിടെ വന്ന് ദർശനം നടത്തുന്നത് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കാലഭൈരവ സ്വാമിയുടെയും സർപ്പദേവതകളുടെയും ആറ്റുകാലമ്മച്ചിയുടെയും ഒക്കെ സഹായങ്ങളും സന്തോഷങ്ങളും ഒക്കെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.